അവൾ ചുറ്റും നോക്കി. വല്ല ഭൂതത്താന്മാരുമായിരിക്കും, വേഗം സ്ഥലം വിടാം. അവൾ പറന്നു പോകാനൊരുങ്ങി. നീ പോവുകയാണോ? എന്താണിത്ര ധൃതി? ഇത്തവണ അവൾ ആളെ കണ്ടു. കുളത്തിലെ പുൽപ്പടപ്പിനുള്ളിൽ ഒരു ആമച്ച. അങ്ങാണോ? ഞാൻ പേടിച്ചു പോയി. നീണ്ട കഴുത്ത് ആമച്ചാരുടെ നേരെ നീട്ടി കൊക്ക് ചോദിച്ചു. അല്ല, നീ എന്താ പറഞ്ഞത്? ആമച്ചാർ ചോദിച്ചു. അതെ അമ്മാവ, ഞാൻ ഇത്തിരി വെള്ളം തേടി അലയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കൊക്ക് വിതുമ്പി. ആമച്ചാരുടെ മുഖത്തും സങ്കടം പടർന്നു. കണ്ണുകൾ നിറഞ്ഞു. അങ്ങെന്തിനാണ് കരയുന്നത്? ദാഹിക്കുന്നത് എനിക്കല്ലേ? കൊക്ക് ചോദിച്ചു. നീ എന്താണ് മനുഷ്യനെ പോലെ ചോദിക്കുന്നത്? സഹജീവികളുടെ വേദന സ്വന്തം വേദനയായി കാണണം. ആമച്ച സാധാരണക്കാരനല്ലെന്ന് കൊക്കിന് മനസ്സിലായി. അവൾ ചിറകുവിടർത്തി കുളത്തിലേക്ക് പറന്നിറങ്ങി. വറ്റി വരണ്ട കുളത്തിൽ നിന്നും പൊടിപടലങ്ങൾ ഉയർന്നു. നിനക്കറിയാമോ, പണ്ട് ഈ കുളത്തിലെ വെള്ളം ഒരു കാലത്തും വറ്റിയിരുന്നില്ല. എന്തു രസമായിരുന്നു! ആമച്ച പഴയ കാലം ഓർക്കാൻ ശ്രമിച്ചു. നിറയെ തെളിഞ്ഞ വെള്ളം. എന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളായിരുന്നു! വിവിധ ഇനം പക്ഷികൾ ഇവിടെ വിരുന്നെത്തും. പൂമ്പാറ്റകളും പൂത്തുമ്പികളും പാറിക്കളിക്കും. ഭൂതകാല സ്മരണയിൽ ആമച്ചാരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അതെല്ലാം നഷ്ടപ്പെട്ടത്? കൊക്ക് ചോദിച്ചു. അതൊരു വലിയ കഥയാണ്. അത് പറയാൻ ഇപ്പോൾ നേരമില്ല. ദാഹിച്ചു വലഞ്ഞിരിക്കുകയല്ലേ? ആമച്ചാർ ചോദിച്ചു. അത് സാരമില്ല, എന്റെ ശീലമെല്ലാം മാറി. അങ്ങ് കഥ പറഞ്ഞാട്ടെ. കൊക്കിന് കഥ കേൾക്കാൻ തിടുക്കമായി. ആമച്ച കഥ പറയാൻ തുടങ്ങി. പണ്ട് ഈ ഗ്രാമത്തെ പുളകം അണിയിച്ചുകൊണ്ട് ഒരു കൊച്ചരുവി ഒഴുകിയിരുന്നു. നമ്മുടെ ആണിച്ചാലില്ലേ, അത് തന്നെ. ആണിച്ചാൽ എന്ന് തന്നെയായിരുന്നു അന്നും അതിന്റെ പേര്. ആളുകൾ അലക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ആണിച്ചാലിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഒരു ദിവസം ദരിദ്രനായ ഒരു പരദേശി ഈ ഗ്രാമത്തിൽ വന്നു. ഗ്രാമവാസികളെ വിളിച്ചു കൂട്ടി. നാട്ടുകാരെ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിച്ചു തരാം. പകരം നിങ്ങൾ ആണിച്ചാലിന്റെ തീരത്ത് കുറച്ചു സ്ഥലം തന്നാൽ മാത്രം മതി. അയാൾ പറഞ്ഞു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ദൈവമയച്ച ദൂതനായിരിക്കും ഇയാൾ, ഗ്രാമവാസികൾ വിചാരിച്ചു. അവർ അയാൾ ആവശ്യപ്പെട്ട സ്ഥലം അയാൾക്ക് നൽകി. അയാൾ അവിടെ വലിയൊരു ഫാക്ടറി നിർമ്മിച്ചു. ജനങ്ങൾക്ക് ജോലിയും കൂലിയും കൊടുത്തു. പക്ഷേ ഫാക്ടറിയിലെ മലിനജലം ആണിച്ചാലിലേക്ക് ഒഴുകി. ആണിച്ചാലിലെ വെള്ളം ഉപയോഗശൂന്യമായി. മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കഷ്ടം! മനുഷ്യനോളം പ്രകൃതിക്ക് നാശം വരുത്തുന്ന മറ്റൊരു ജീവിയുമില്ല, അല്ലേ മുത്തശ്ശ? കൊക്ക് ചോദിച്ചു. അതെ, ആണിച്ചാലിലെ വെള്ളം ഒരു ചെറിയ ചാലിലൂടെ ഈ കുളത്തിലും എത്തിച്ചേർന്നു. കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായി. അപ്പോൾ മനുഷ്യർ പാഴ് വസ്തുക്കൾ ഇടാനുള്ള സ്ഥലമാക്കി ഇതിനെ മാറ്റി. ആ ഫാക്ടറി ഇന്നുണ്ടോ മുത്തശ്ശ? കൊക്ക് ചോദിച്ചു. അതെങ്ങനെ? ആണിച്ചാലിലെ വെള്ളം പറ്റിയപ്പോൾ പരദേശി ഫാക്ടറി പൂട്ടി സ്ഥലം വിട്ടു. ജോലി നഷ്ടപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലുമായി. ഇനി നമുക്ക് കുറച്ചു വെള്ളം കുടിക്കാം. ആമച്ച കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനെവിടെ കിട്ടും?
കുന്നിപ്പുറം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കൊക്ക് ആമച്ചാരെ പിന്തുടർന്നു. കൂട്ടുകാരെ, ആമച്ചാൻ പറഞ്ഞ കഥ കേട്ടല്ലോ. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത പ്രവൃത്തി മാത്രമേ നാം ചെയ്യാവൂ. അല്ലെങ്കിൽ നാളെ നാം